ടെസ വാ. ആ അമ്മ ആ ഇപ്പോഴോ? അമ്മ എനിക്ക് വൈകുന്നേരം പോകണ്ടല്ലേ? അമ്മ ഒരു കാര്യം ചെയ്യും, മറ്റേ മേക്ക് മേക്കറി എന്ന് പറഞ്ഞ ആപ്പില്ലേ, അതിൽ നിന്ന് കയറി ഓർഡർ ചെയ്യും. ആ ശരി അമ്മ. ദേ നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ? നീ എന്താ പറയാഞ്ഞേ? കുറച്ച് സ്റ്റിൽസ് എടുക്കാറുന്നല്ലോ. ഓ എനിക്കൊന്നും വയ്യ. ആ ഇത് നമ്മുടെ ജിന്നല്ലേ? ഹേ നിനക്കറിയോ? ആ കൊള്ളാം. ഇവന്റെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലല്ലേ? ഇവന്റെ പഴയ തറവാടില്ലേ, മറ്റേ തോട്ടപ്പള്ളിയിലുള്ള, അവിടെ എവിടെയോ താമസിക്കുന്നത്. ഷോ ഇവനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. എടാ നമുക്ക് ഇവനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോയാലോ? അയ്യോ ഇന്നോ? ആ എടി ഇന്ന് വൈകുന്നേരം 6 മണിക്ക് എനിക്ക് ഹൈദരാബാദ് പോകാനുള്ളതല്ലേ. എടാ പ്ലീസ്, നീ പോയ പിന്നെ നടക്കൂല, അതാ പ്ലീസ്. എന്നാ പോവാ. ആ എടാ പോകുന്ന വഴി വീട്ടിലൂടെ ഒന്ന് കയറാം. വാ. എന്താ മക്കളെ? അതെ ചേട്ടാ, ഊത് മേടിക്കാൻ വേണ്ടി വന്നതാ. പിന്നെ ആളെ ഒന്ന് നേരി കാണാൻ പറ്റുമോ? ആ ഒരു കാര്യം ചെയ്യ, അവിടോട്ടിരിക്കെ, ഞാൻ വിളിക്കാം. കുഞ്ഞേ, രണ്ടുപേരെ കാണാൻ വന്നിരിക്കുന്നു. എത്ര നേരമായി പോകണ്ടേ? എടാ കുറച്ചു നേരം കൂടെ. ഇരിക്കെ. പ്രേമപൂർവം മോഹനവർമ്മ തമ്പുരാൻ സുഭദ്ര തമ്പുരാട്ടിക്ക് നൽകിയ ദിവ്യസുഗന്ധം, ഓർമ്മകളിലൂടെ കാവ്യാത്മകമായി വീണ്ടെടുത്ത വശ്യഗന്ധി. റൈറ്റ്, യുവർ പെർഫ്യൂം. ഐ എം ടെസ. ഐ എം ജിൻ. ദാറ്റ്സ് മൈ ഐഡന്റിറ്റി. ലൂക്ക. മീറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. നിങ്ങൾ കിസ്മത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഒരുപക്ഷെ നിങ്ങളിവിടെ എന്നെ തേടിയെത്തിയതും ഒരു കിസ്മത്താവാം. ആക്ച്വലി ഐ എം സെർച്ചിങ് ഫോർ എ പേഴ്സൺ ലൈക്ക് യു ഫോർ എ ലോങ്. ഐ നീഡ് എ പെർഫ്യൂം ദാറ്റ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ. എൻ്റെ ചെറുപ്പം മുതൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നൊരു ഗന്ധം എന്നും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഗന്ധം. ഇതിനു മുന്നേ ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ ഞാനും ഏറെക്കാലമായി ഒരു സ്പെഷ്യൽ സ്മെല്ലിന്റെ പിറകെയാണ്. എൻ്റെ അച്ഛൻ ധരിച്ചിരുന്ന ഈ ഷർട്ടിലെ സ്മെല്ലൊന്ന് റീക്രിയേറ്റ് ചെയ്യാവോ?
പെർഫ്യൂം ഈസ് ആൻ ആർട്ട് ദാറ്റ് മേക്സ് മെമ്മറി സ്പീക്ക്. എനിക്ക് ഇത് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ ശ്രമിക്കാം. താങ്ക്സ് a lot. Can I get your number? 8089264337. Sorry? അതെ, ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ ബസ് മിസ്സാവും. എനിക്കിത് എപ്പോ തരൂന്ന് ഞാൻ ചോദിക്കുന്നില്ല. I'm always expecting your call. അതെ, ബാ ഇറങ്ങാം. ബാ, ശരിയെന്നാ ഇറങ്ങട്ടെ. ബാ. ഹലോ, ഞാൻ ടെസയാ. നമ്മൾ ഇന്ന് വൈകിട്ട് കണ്ടില്ലായിരുന്നോ? ഹായ് ടെസ, ഐ തിങ്ക് ഇറ്റ് ടേക്സ് സം മോർ ടൈം. അല്ല, ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാ. എനിക്ക് പെർഫ്യൂം മേക്കിംഗ് ഒന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് സ്പെഷ്യൽ ഡേയ്സിൽ പെർഫ്യൂമാ ഗിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ഹലോ അന്ന് മുതലേ എനിക്കുള്ള ആഗ്രഹം പെർഫ്യൂം മേക്കിംഗ് പഠിക്കണമെന്ന്. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം ഒരാൾ പറയുന്നത്. എങ്കിലൊരു കാര്യം ചെയ്യ്, ടെസ നെക്സ്റ്റ് വീക്ക് വരൂ. ഹലോ, അതെ, ഞാൻ നാളെ തന്നെ വന്നോട്ടെ? താനാള് കൊള്ളാലോടോ. ഐ ലൈക്ക് ഇറ്റ്. എങ്കിൽ നാളെ വാ. ഓക്കെ. ഹലോ, ഞാൻ കുറേ നേരമായിട്ട് വിളിക്കാം. കോൾ വെയിറ്റിംഗ് ആയിരുന്നല്ലോ. ഗായത്രിയോട് സംസാരിക്കായിരുന്നു. എന്ത് കാര്യം? നാളെ ഹോസ്റ്റലിൽ പോകുന്ന കാര്യം. എന്നിട്ട് ഗായത്രി എന്ത് പറഞ്ഞു? നാളെ വൈകിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ കരുതി നീ വേറെ ആരോടോ കഥ പറഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നെ നീ അവിടെ എത്തിയോ? ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ. എടാ, എനിക്ക് ഭയങ്കര ഹെഡേക്ക്. തലവേദനയോ? മെഡിസിൻ കഴിച്ചോ? കഴിച്ചു. ഞാനെന്നാ കിടക്കട്ടെ? ശരി ശരി, നെറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്ക്. ഓൺലൈനിൽ കാണരുത് കേട്ടോ. നാളെ വിളിക്കാം. ശരി ശരി. ഹലോ, ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എവിടെ? ദാ പുറത്തുണ്ട്. താൻ റൈറ്റിലേക്ക് നോക്കി. കണ്ടില്ലേ? താൻ മുമ്പോട്ട് വാ. ഹായ്. കം. താൻ ഒറ്റയ്ക്കാണോ വന്നേ? തൻ്റെ ഫ്രണ്ട് എവിടെ? അവൻ ഇന്നലെ ഈവനിങ് ഹൈദരാബാദ് പോയി. അവിടെ വർക്ക് ചെയ്യുന്നേ. എനിക്ക് നാളെ മോർണിംഗ് ഷിഫ്റ്റാ. ഹോസ്റ്റലിൽ പോകുന്ന വഴി ചുമ്മാ കയറിയതാ. അല്ല, ഇവിടെ എങ്ങനെയാ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഇത് എൻ്റെ ദാദാജിയുടെ തറവാടാ. ആക്ച്വലി ഐ വാസ് ബോൺ ഇൻ രാജസ്ഥാൻ. ചെറുപ്പം മുതലേ എന്നെ ഹോണ്ട് ചെയ്യുന്നത് ദാദാജിയുടെ സ്റ്റോറീസാണ്. ഡാഡിയും മമ്മിയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ച ശേഷം പിന്നെ ഞാൻ ഈ തറവാട്ടിലേക്ക് മടങ്ങി. ഈ നാടിന് അത്തറുകളുടെ വിസ്മയം സമ്മാനിച്ച എൻ്റെ ദാദാജിയുടെ ലോകത്ത് നിന്ന് പിന്നീട് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ സ്റ്റഡീസൊക്കെ? ഞാനൊരു റിസർച്ച് സ്കോളറാണ്. ചില ഗന്ധങ്ങൾ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു സ്വപ്നത്തിന്റെ പിറകെയാണ് ഞാൻ.
ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഏത് മനുഷ്യനും വീണുപോകുന്ന സുഗന്ധദ്രവ്യം ഉണ്ടാക്കണം. എ പെർഫെക്റ്റ് പെർഫ്യൂം, എ മിറക്കിൾ പെർഫ്യൂം. That smell is haunting me each and every seconds. I think I am very close to it. അവിടെ എന്താ? അവിടെ എന്റെ ദാദാജിയുടെ ഓർമ്മകൾ ഉറങ്ങുന്നിടമാ. അത് തുറന്നിട്ട് വർഷങ്ങളായി. കുഞ്ഞേ, അത്താഴം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനേ അങ്ങോട്ട് ഇറങ്ങുവാ. നമുക്ക് അങ്ങോട്ട് പോവാം. It smells really nice. ഒരു പെർഫ്യൂം മേക്കറിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ആയുധം എന്തെന്നറിയാമോ? നോ. പഞ്ചേന്ദ്രിയങ്ങളിൽ അവൻ ഏറ്റവും വിലപ്പെട്ടത് അവന്റെ ഘ്രാണശക്തിയാണ്. His smelling sense. If you have it, you can also become a good perfume maker. എന്റെ ഒപ്പം കഴിച്ചിട്ട് വരുമ്പോ ഞാനാ ആദ്യം കണ്ടുപിടിക്കാറ്. അപ്പോഴേ എല്ലാരും പറയും എനിക്ക് നല്ല സ്മെല്ലിംഗ് സെൻസ് ആണ്. അത് വരച്ചതാരാ? തന്നെ പോലെ ഒരാൾക്ക് പെർഫ്യൂം ചെയ്തു കൊടുത്തപ്പോ അയാൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാ. അതെന്ത് സ്മെല്ലായിരുന്നു? പെയ്യാതിരുന്ന് പെയ്യുന്ന മഴ മണ്ണിനെ പുണരുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം. ചിലർക്ക് അത് ദുർഗന്ധമാണ്, മറ്റു ചിലർക്ക് അത് സുഗന്ധവും. നൈസ്. എന്നിട്ട് ആ കുട്ടി ഇപ്പോ? നോ കോണ്ടാക്ട്സ്. എപ്പോഴിങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്കിരിക്കാൻ എങ്ങനെ പറ്റുന്നു? ആരോടും പ്രണയമൊന്നും തോന്നിയിട്ടില്ലേ? എനിക്ക് പ്രണയമില്ലെന്ന് ആര് പറഞ്ഞു? ഐ ഹാവ് ഓൾവേസ് ഹാഡ് എ ലവ് അഫെയർ വിത്ത് ഫ്രാഗ്രൻസ്. എന്റെ പ്രണയവും വിരഹവുമെല്ലാം ഈ സുഗന്ധങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇരിക്കൂ. സ്മോക്കി ഓർ ലെതർ ബ്രേസ്, വിയർപ്പിന്റെ ഗന്ധം, ആൻഡ് സംതിങ് ദാറ്റ് ഫീൽസ് മോർ ക്ലോസ്. അപ്പ സ്മോക്ക് ചെയ്യായിരുന്നോ? അപ്പക്കെന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങളോടൊന്നും പറയാണ്ട് അപ്പ ഇങ്ങനെ ചെയ്തത് എന്തിനാന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് അപ്പയുടെ ഓർമ്മകൾ മാത്രം. പക്ഷെ നിങ്ങളിലൂടെ എൻ്റെ അപ്പ എനിക്ക് തിരികെ കിട്ടുമെന്ന് ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട്. ഹേയ്, താൻ എന്നോടൊപ്പം പെർഫ്യൂം മേക്കിംഗ് പഠിക്കാനല്ലേ വന്നത്? എന്നിട്ടിങ്ങനെ സങ്കടപ്പെട്ടിരുന്നാലോ? വാ, എണീക്ക്, പഠിപ്പിച്ചു തരാം.
സോറി. 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 എത്ര നേരിട്ട് വിളിക്കോടി? നീ എന്താടി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അത് ഞാൻ കായംകുളത്ത് വന്നതാ. കായംകുളത്തോ? ഈ സമയത്തോ? എവിടെ? അത് കിസ്വ ഇല്ലേ അവിടെ? നിന്റെ കൂടെ ആരുണ്ട്? അവിടെ ഗായത്രി ഇല്ലേ, അവളുണ്ട് കൂടെ. ഗായത്രി ഉണ്ടോ കൂടെ? അവളുടെ ഒന്ന് ഫോൺ കൊടുത്തേ. എന്താ ലൂക്ക, എന്തിനാ അവളുടെ ഇപ്പൊ ഫോൺ കൊടുക്കുന്നത്? നീ വീഡിയോ കോളി വീഡിയോ കോളോ? കേട്ടിട്ടില്ലേ? അത് ചെയ്താലേ നിനക്ക് വിശ്വാസമുള്ളൂ? ഈ സമയത്ത് നിനക്ക് അവിടെ പോകേണ്ട കാര്യം എന്തുവാ? നീ എന്നോട് ഹോസ്റ്റലിൽ പോകണമെന്ന് പറഞ്ഞാണോ ഇറങ്ങിയത്? ഹോസ്റ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇറങ്ങിയത്? ലൂക്ക, ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിയാ. നീ എന്താ പിന്നെ വീഡിയോ കോൾ ചെയ്യാത്ത? വീഡിയോ കോൾ ചെയ്യാത്ത എന്താണെന്ന് നീ കാര്യം പറ. എടാ ലൂക്ക, നീ എന്തിനാ വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നേ? അത് കണ്ടിട്ട് വേണം നിനക്ക് എന്നെ വിശ്വസിക്കാൻ. അതേടി, അത് കണ്ടിട്ടേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ലൂക്ക, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടി, ഈ സമയത്ത് നീ ഹോസ്റ്റലിൽ പോകണമെന്ന് പറഞ്ഞു പോയതല്ലേടി നായിന്റെ മോളെ? എന്നാ ഞാനിപ്പോ അങ്ങോട്ട് വരുവാ. ഓ, വിശ്വാസമില്ല അല്ലേ? നീ എന്താ പിന്നെ വീഡിയോ കോൾ ചെയ്യാത്തെ? എനിക്ക് അങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അല്ല മോളെ ടെസ, ഞാൻ പറയട്ടെ. എനിക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. എടി, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് എന്തായാലും സംസാരിക്കാൻ സമയം തരാത്തെ? നമ്മൾ തമ്മിൽ ഒന്നും ചേരാൻ പോണില്ല ലൂക്ക. ഓ, നിനക്കിപ്പോ എന്നെ ഇഷ്ടമല്ലല്ലേ? നീ വെച്ചേ ഫോൺ. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കണ്ട. നീ പറയുന്ന ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വേണ്ട, ഒന്നും വേണ്ട. നീ ഫോൺ വെക്ക്. എടി, ഓ, അപ്പൊ ഞാൻ വെറും മറ്റവനാണോടി നീ വിചാരിച്ച്? കട്ട് ചെയ്തോ എടി. സോറി, ഐ എം റിയലി സോറി. തൻ്റെ അച്ഛൻ്റെ സ്മെല്ല് ഇന്ന് തന്നെ തരാം, പ്രോമിസ്. ഫോൺ എടുക്കടി. I made it. നോക്ക്. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഇടത്തേക്ക് നീ എന്നെ പറഞ്ഞയച്ചപ്പോൾ ഓർത്തില്ല നീ തന്നെ എന്നെ ഇവിടെ തിരികെ എത്തിക്കുമെന്ന്. ലോകത്തെ തൻ്റെ ഗന്ധങ്ങളുടെ അടിമയാക്കാനായി അവൻ കണ്ടെത്തിയ ഗന്ധങ്ങളോടൊപ്പം പൂർണ്ണതയ്ക്കുള്ള അവസാന കൂട്ടായ ഗന്ധമുണ്ടാക്കുന്നതിന് വർഷങ്ങളായി പരിശ്രമത്തിലാണ്. എന്നാൽ ഈ ലോകത്തിലെ സുഗന്ധനീതിക്ക് വിലയിടുന്നതിനുള്ള ആ പരിശ്രമങ്ങൾ വിഫലമായി. തൻ്റെ സുഗന്ധത്തിൽ ലോകം മതിമറക്കുന്ന കാലം. അവൻ്റെ ദാദാജി സ്വപ്നം കണ്ടതെല്ലാം
തനിക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം. അയ്യാ, 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 അയ്യാ. ஐயா, ஏதாவது கொடுங்க ஐயா. ஏதாவது கொடுங்க ஐயா. துணி ஏதாவது. பசங்களுக்கு பழைய துணி ஏதாவது இருந்தா. കഴിച്ചാ? என்ன? சாப்பாடு. சாப்பாடு. சாப்பிடலாமா? வா, உள்ள வா. சாப்பாடு உள்ள இருக்கு. இருக்கே. சாப்பிடு. ഞാൻ ഇത്ര നാൾ കാത്തിരുന്നത് ഈ ഗന്ധത്തിന് വേണ്ടിയാണ്. ഇവിടെ ആരും ഇല്ലേ? എനിക്കുണ്ടാക്കാൻ കഴിയാത്ത ഗന്ധം നിന്റെ ഈ ശരീരത്തിലുണ്ട്. എനിക്കത് വേണം. I need smell. ഇത്രയും നാൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തുനിന്ന്. എന്തുവാടാ ഈ കാണിക്കുന്നേ? ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്തുവാടാ? എന്തുവാടാ? നീ കൊച്ചിനെ കൊന്നോടാ? നീ എന്തുവാടാ ചെയ്തത്? ഞാൻ പോലീസിനെ വിളിക്കൂടാ. എടാ, ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല.
മരണശേഷം ഒരു ശരീരത്തിൽ നിന്നും ഗന്ധം വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. മരണശേഷം ഒരു ശരീരത്തിൽ നിന്നും ഗന്ധം വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷേ ആ ശരീരം ജീർണിക്കാതെ 5 വർഷം സൂക്ഷിച്ചാൽ അതേ ഗന്ധം പുനർജനിക്കും. അതിനുള്ള ഫോർമുല എന്നാലേ ഇനി നമ്മൾ തമ്മിൽ ശരിയാവൂല. ഓ, നിനക്കിപ്പോ എന്നെ ഇഷ്ടമല്ലല്ലേ? നീ ഫോൺ വെച്ചെലുക്ക. നീ പറയുന്ന ഒന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. വേണ്ട, ഒന്നും വേണ്ട, നീ ഫോൺ വെക്ക്. അവിടെ എന്താ? അവിടെ എന്റെ ദാദാജിയുടെ ഓർമ്മകൾ ഉറങ്ങുന്നിടമ. അത് തുറന്നിട്ട് വർഷങ്ങളായി. അപ്പേട്ട എന്നെ ഇവിടെ തിരികെ എത്തിച്ചത്. അപ്പന്ന് വീട്ടിൽ തിരികെ എത്താതിരുന്നപ്പോ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. പോലീസിന്റെ അന്വേഷണത്തിലും അത് വെറും ഒരു മിസ്സിംഗ് കേസായി ഒതുങ്ങി. അപ്പ തിരികെ എത്തുന്നുള്ള പ്രതീക്ഷയില ഇതുവരെ ഞങ്ങള് ഓരോ ദിവസവും തള്ളി നീക്കിയത്. പക്ഷേ ഇവൻ നീ അവളെ കൊല്ലില്ല. ഒരിക്കൽ നിനക്ക് പറ്റിയ വിഡ്ഢിത്തം വീണ്ടും നീ ആവർത്തിക്കില്ലെന്ന് എനിക്കറിയാം. നീ തേടി നടന്ന ഗന്ധം ഒരു നാടോടി സ്ത്രീയുടെ രൂപത്തിൽ നിന്റെ മുന്നിലെത്തി. എന്നാൽ അവളുടെ ജീവനെടുത്ത് നീ അത് നഷ്ടപ്പെടുത്തി. ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ കാർത്തിക നാളിൽ 4 നാഴിക കഴിഞ്ഞ് 2ാം വിനാഴികയിൽ ജനിച്ച പെൺകുട്ടികളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം ഗന്ധം. ഇന്ന് ആ ഗന്ധമാണ് എൻ്റെ മകളിലും നിനക്കനുഭവപ്പെട്ടത്. വർഷങ്ങളായി ഞാൻ തേടി നടന്ന ആ ഗന്ധം
വീണ്ടും എന്നെ തേടിയെത്തി. അന്ന് എനിക്ക് പറ്റിയ ആ തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ല. എന്ത് വില കൊടുത്തും ഞാനത് നേടിയെടുക്കും. ഇല്ല, ഞാനിവിടെ കൊല്ലില്ല. വർഷങ്ങളായി ഞാൻ അന്വേഷിച്ച് നടന്ന സുഗന്ധത്തിന്റെ കൂട്ട് അന്ന് എന്നെ തേടി വന്നതാ. പക്ഷേ അത് നിങ്ങൾ കാരണം കൊണ്ട് അന്ന് എനിക്ക് നഷ്ടപ്പെട്ടത്. ഇന്നത് നിങ്ങളുടെ മകളിലൂടെ എനിക്ക് തിരികെ കിട്ടി. ഞാൻ കണ്ടെത്തിയ 7 ഗന്ധങ്ങൾക്കൊപ്പം ഈ ശരീരത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഗന്ധവും ചേർത്ത് ഞാൻ ഈ ലോകത്തെ എന്റെ ഗന്ധങ്ങളുടെ അടിമയാക്കും. എന്നെ ഗന്ധങ്ങളുടെ രാജാവാക്കുന്ന വില. ദ കിങ് ഓഫ് ഫ്രാഗ്രൻസ്. എന്നെ വിട്. ഇത് ഇവനുള്ളതാ. എന്റെ മകളുടെ ജീവന് പകരമായി നീ അന്വേഷിച്ച് നടന്ന ഗന്ധത്തിന്റെ കൂട്ട് ഞാൻ നിനക്ക് നൽകാം. പക്ഷേ എന്റെ മകളെ നീ വെറുതെ വിടണം. അവന് തിരിച്ചറിയാൻ കഴിയുന്ന അവസാന ഗന്ധം ഇതായിരിക്കും. ഗന്ധങ്ങളുടെ ലോകം കീഴടക്കാൻ വന്ന സ്വാർത്ഥനായ ഇവന് ഇനി ഒരു ഗന്ധവും തിരിച്ചറിയാൻ കഴിയില്ല. ഒരു തരത്തിൽ ഇത് അവന്റെ മരണത്തിന് തുല്യമാണ്. അപ്പയുടെ ഓർമ്മകള് എന്നും എന്നോടൊപ്പം നിലനിൽക്കാന് ആ ഗന്ധം തേടി ഞാനിവിടെ എത്തിയത്. ഇനിയെന്നും അപ്പ ഞങ്ങളോടൊപ്പം ഉണ്ടാവില്ലേ? എൻ്റെ സ്നേഹം ഒരു ഗന്ധമായി മാത്രം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും.